എടാ 8ാം ക്ലാസ്സിലെ അറബി പരീക്ഷയിൽ നിങ്ങൾ ഈ 5 വാക്കുകൾ പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 1 ചോദിക്കാം. 3 മാർക്ക് ചോദിക്കുന്ന സാർ എക്സ്പെക്ട് ചെയ്യണം. ഒന്ന് വെച്ചാൽ ഇഷ്തഹറ ബി. ഇഷ്തഹറ ബി എന്ന് പഠിച്ചു. ഇഷ്തഹറ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയി അർത്ഥം. അപ്പൊ എന്ത് വിഷയത്തിലാണ് ഫേമസ് ആയത് ആ വാക്ക് ബി ചേർത്തിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. ഓക്കെ. രണ്ടാമത്തത് ദല്ല അല. ദല്ല അല എന്നാണ് കേട്ടോ. ദല്ല. അപ്പോ ദല്ല അല എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ദല്ലക്ക് ശേഷം ഏത് വിഷയമാണോ അറിയിക്കുന്നത് അതിന് അല കൂട്ടി എഴുതണം എന്നാണ്. മൂന്നാമത്തത് വസ്വല ഇല. വസ്വല എന്ന എത്തുക എന്നാണ് അർത്ഥം. വസ്വല ഇല. വസ്വല എത്തുക, എങ്ങോട്ടാണ് എത്തുക എന്നുള്ളത് ഇല ചേർത്ത് എഴുതണം. ഓക്കെ. മറ്റൊന്ന് കാമ ബി. കാമ നിർവഹിക്കുക എന്നാണ് അർത്ഥം. കാമക്ക് ശേഷം എന്ത് ചെയ്യണം, എന്താണ് നിർവഹിക്കുന്നത് അത് ബി ചേർത്ത് എഴുതണം. ഓക്കെ. പിന്നെ മറ്റൊന്നാണ് ത്വലബ മിൻ. ത്വലബ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നതാണ് അർത്ഥം. ആരോടാണ് ആവശ്യപ്പെടുന്നത് ആ ആളെ പേര് മിൻ ചേർത്ത് എഴുതണം. അപ്പൊ ഈ ഇഷ്തഹറ ബി, ദല്ല അല, വസ്വല ഇല, കാമ ബി, ത്വലബ മിൻ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ തരാം ഇഷ്തഹറ തന്നുകാണ്ട് ബി പൂരിപ്പിക്കാൻ ചോദിക്കും. അതല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഇല മിന്നൊക്കെ തന്നുകാണ്ട് ഇഷ്തഹറ വസ്വല ത്വലബ ഇത് പൂരിപ്പിക്കാൻ ചോദിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒന്ന് തന്നിട്ട് മറ്റേത് പൂരിപ്പിക്കാൻ വേണ്ടി ചോദിക്കും പരീക്ഷക്ക്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 5 വാക്ക് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.